dear students, silent prayer. In last class we started chapter 7, triangles. We already learned 3 rules of congruence of triangles. Which are they? Do you remember? SAS congruence rule, ASA congruence rule and AAS congruence rule. SAS congruence rule. SAS congruence rule, side angle side rule. If two triangles are congruent, if two sides and its included angle of one triangle is equal to the two sides and its included angle of other triangle, then they are congruent. Then ASA congruence rule, angle side angle congruence. Two triangles are congruent if two angles and the included side of one triangle equal to the two angles and included angle of other triangle. Next is AAS, angle side. If two triangles are congruent, if any two angles of one triangle and one pair of corresponding sides are equal, that is two triangles in the two angles അതുപോലെ കറസ്പോണ്ടിങ് പെയർ ഓഫ് സൈഡും ഈക്വൽ ആണെങ്കിൽ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയും. Now take page number 119, exercise 7.1, question number 1 and 2 we already done. Now question number 3. Listen carefully. Question 3. AD and BC are equal perpendiculars to a line segment AB. Figure 7.18. AD and BC. AD means this. AD and BC. Two are equal perpendiculars. എന്ന് പറഞ്ഞാൽ എന്താ? ഈ AD യും BC ഈക്വൽ ആണ്, അതുപോലെ അത് പെർപെൻഡിക്കുലർ ആണ്. ആർക്കാ? ടു എ ലൈൻ സെഗ്മെന്റ് AB. ഈ ഒരു ലൈൻ സെഗ്മെന്റിന് പെർപെൻഡിക്കുലർ ആണ് AD and BC and given both are equal. Okay. Show that CD bisects AB. CD, which is CD? This line segment is CD and we need to prove that this AB bisected by this CD. അതായത് ABA ഈ CD bisect ചെയ്യുന്ന ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇത് ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂഫ് ചെയ്യാനായിട്ട് ഈ ഒ ബി ഈക്വൽ ടു ഒ എ എന്ന് പ്രൂവ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഒ ബി ഈക്വൽ ടു ഒ എ. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഈക്വൽ ലെന്ത് ആയിരിക്കണം. അപ്പോൾ ഇത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ടു ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ. ഏതൊക്കെ ട്രയാങ്കിൾ ആണ്? ഒ എ ഡി, ട്രയാങ്കിൾ ഒ എ ഡി ആൻഡ് ട്രയാങ്കിൾ OBC. Which are the triangles? OAD and OBC. I think all of you got. Now നമ്മൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ എന്താ? ഏതെങ്കിലും ഒക്കെ പാർട്സ് ഈക്വൽ ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് ഗിവൺ AD ഈക്വൽ ടു BC, ടു ഈക്വൽ line segments perpendicular to this AB given in question. So first we write AD equal to BC. This is already given in question. Okay. Now look carefully. These two angles are 90 degree because these two lines are perpendicular to this line AB, line segment AB. So we can equate these angles. So angle DAO equal to angle OBC. For angle OAD, ഞാൻ DAO എന്ന് പറഞ്ഞു, രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പം ഞാൻ നോട്ടിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലെ ആയതുകൊണ്ടാണ് ഞാൻ തിരുത്തി എഴുതിയത്. നിങ്ങൾ എങ്ങനെ എഴുതിയാലും ശരിയാണ്. DAO എന്ന് പറഞ്ഞാലും OAD എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഈ ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ മിഡിൽ ലെറ്റർ ആണ്. ആ മിഡിൽ ലെറ്റർ എപ്പോഴും മിഡിലിൽ വരിക. ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, സോ ബോത്ത് ആർ 90 ഡിഗ്രി. ദിസ് ഈസ് ഓൾസോ ഗിവൺ അല്ലേ? ഇനി ഏതെങ്കിലും ആംഗിൾസ് ഈക്വൽ ആണോ അല്ലെ ഏതെങ്കിലും സൈഡ്സ് ഈക്വൽ ആണോ നോക്കിയാൽ നമുക്ക് ഇതാണ് ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ടത് അല്ലേ? അത് നമുക്ക് ഈക്വൽ ആണെന്ന് തെളിയിക്കാറുണ്ട്. അതുപോലെ ഇത് നമുക്ക് അറിയില്ല. ഇനി എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? യെസ്, ഹിയർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ, ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെ ടു ലൈൻ സെഗ്മെന്റ്സ് ഇങ്ങനെ പോയാൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ട്. സോ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് ആംഗിൾ BOC ഈക്വൽ ടു ആംഗിൾ
AOD. BOC equal to AOD. Vertically opposite angles are equal. Reason is vertically opposite angles are equal. Now listen carefully. One side and two angles are equal. So one side and two angles equal. ഇത് നോക്കിയേ, ഈ അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ് ആണോ അത് AAS റൂൾ ആണോ അതെയോ ASA റൂൾ ആണോ എന്ന് ശ്രദ്ധിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ സൈഡ് രണ്ടും സെപ്പറേറ്റ് ആണ്, അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ് അല്ല ഈക്വൽ അല്ലേ. നമ്മുടെ ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്നത് ഈ ആംഗിളും ഈ ആംഗിളും ആണ്. അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ് ഇതായിരുന്നു വരേണ്ടത്. അതാണോ ഈക്വൽ ആയിട്ട് വന്നേ? അല്ല. അപ്പൊ നമ്മുടെ റൂൾ എന്ന് പറയുന്നത് AAS റൂൾ ആണ്. ആംഗിൾ സൈഡ് റൂൾ. അക്കോർഡിംഗ് ടു ആംഗിൾ സൈഡ് റൂൾ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. സോ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഏതാണ്? CPCT ഇല്ലേ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. സോ OA equal OB. OA equal OB because CPCT. So these two are equal. ഇത് equal ആണെങ്കിൽ എന്ത് പറയാം? AB bisected by CD. Hence the proof. Now question number 4. L and M are two parallel lines intersected by another pair of parallel lines P and Q. Show that triangle ABC congruent to triangle CD. Look this figure. Given two parallel lines L and M. These two lines are parallel, intersected by another pair of parallel lines P and Q. Okay. We need to prove that triangle ABC, that means ABC, this triangle congruent to this triangle CDA. Okay, so we start with this quadrilateral. Okay, this is a quadrilateral, isn't it? Four sided polygon. Now consider this quadrilateral ABCD. Given this LM are parallel, that means this AD and BC are parallel, isn't it? AD and BC are parts of these lines. So this AD and BC are parallel. AD parallel to BC. Now second is this P and Q are parallel. So AB and DC are also parallel. Okay, this P and Q are parallel lines and AB and DC are parts of that parallel line. So AB and DC are also parallel. Now listen carefully. This ABCDs, these two sides are that means opposite sides are parallel. These two opposite sides are parallel. Then this quadrilateral is a parallelogram, isn't it? So ABCD is a parallelogram. Now listen carefully. Which are the properties of a parallelogram? Opposite sides are equal. That means this AD equal to BC. Opposite sides of a parallelogram are equal. So AD equal BC and AB equal DC. Okay. Now which are the properties about angles of a parallelogram? Angles of a parallelogram, opposite angles are equal. That means these two angles are equal and these full angles are equal. But here we not take this angle because here diagonal is done. So these two angles are equal. That means angle ABC equal to angle CDA. Opposite angles of a parallelogram are equal. Okay. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ഈക്വൽ സൈഡ്സിന് ഇങ്ങനെ സിമ്പിൾ കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഒരു 1 1 വരെ വരുന്നത് അത് രണ്ടും ഈക്വൽ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ. അതൊക്കെ ശ്രദ്ധിച്ചോണം. ഇനി ഒരു സൈഡ് വന്നാൽ 3 ഇങ്ങനെ ലൈൻസ് കൊടുക്കും. അപ്പോൾ അത് ഈക്വൽ നോർത്തോണം. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ ആ പാരലോഗ്രാം വെച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദീസ് ടു ആർ കോൺഗ്രുവൻസ്. നൗ കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ CDA. ട്രയാങ്കിൾ ABC CDA നോക്കുവാണ്. നോക്കി, ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ AD. ഈ ട്രയാങ്കിളിന്റെ 1 സൈഡാണ് AD. ഈ ട്രയാങ്കിളിന്റെ 1 സൈഡാണ്
ബി സി. ഇപ്പം ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രയാങ്കിളിൻ്റെതായിട്ട് എഴുതാം. എ ഡി ഈക്വൽ ടു ബി സി ഫ്രം ദ എബവ് നമ്മൾ പാരലോഗ്രാമിൻ്റെ വെച്ചിട്ട് കണ്ടുപിടിച്ചു. Now next, these two angles are in these two different triangles അല്ലേ. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അത് രണ്ടും ഈ രണ്ട് ട്രയാങ്കിൾസിലുള്ളതാണ്. അത് നമ്മൾ ഇവിടെ ഓൾറെഡി പ്രൂഫ് ചെയ്ത് വെച്ചു. സോ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ സി ഡി എ. നൗ നെക്സ്റ്റ് ഈസ് എ ബി ഈക്വൽ ടു ഡി സി. ഈ സൈഡും ഈക്വൽ അല്ലേ. അതും നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ബി ഈക്വൽ ടു DC. That means two sides and its included angles are equal to the two sides and its included angles of other triangle. No, each side and the included angle of these two sides and included angle both are equal. So according to SAS rule, these two triangles are congruent. Okay. Now question number 5. Line L is a bisector of an angle A and B is any point on L. This is the figure. Line L is a bisector of this angle A. ഇവിടെ ഒരു ആംഗിൾ എ ഉണ്ട്. ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ് ലൈൻ എൽ. ഈ പോകുന്നത് ബൈസെക്ടർ മീൻസ് ഈക്വൽ ആംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി പോയിന്റ് ബി എന്ന് പറയുന്നത് ഈ ലൈനിലുള്ള, അതായത് ലൈൻ എല്ലിലുള്ള ഒരു പോയിന്റ് ആണ് ബി. BP and BQ are perpendiculars from B to the arms of angle A. BP and BQ are BP and BQ are perpendiculars from this L to arms of angle A. Arms of angle എന്ന് പറഞ്ഞാൽ എന്താ? ഇതും. അപ്പോൾ ഈ ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഉള്ള പെർപെൻഡിക്കുലേഴ്സ് ആണ് BQ and BP. Show that triangle APB congruent to triangle AQB. Triangle APB congruent to triangle AQB. That means these two triangles congruent ആണെന്ന് ഷോ ചെയ്യണം. നെക്സ്റ്റ് BP equal BQ. This BP equal to BQ എന്ന് നമ്മൾ പ്രൂഫ് ചെയ്യണം. Or B is equidistant from the arms of angle A. ഇക്വിഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ഡിസ്റ്റൻസിൽ. ഈ എയുടെ ആംസിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഈ ബി ഇരിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യണം. ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ എ ക്യൂ ബി. ട്രയാങ്കിൾ എ പി ബി, ദിസ് ട്രയാങ്കിൾ ആൻഡ് ദിസ് ട്രയാങ്കിൾ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഈക്വൽസ് ആയിട്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഈ 90 വരുന്നത് ഈക്വൽ ആണല്ലോ, ഇല്ലേ? അത് ഗിവൺ ആണ്. സോ ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ AQB equal to 90 degree, that is given. Okay, perpendicular ആണ്. ഇനി angle line L is the bisector of angle A. Bisector means these two angles are divided in equal measure. Both are equal. So we can write angle PAB. Angle PAB, that is this angle, equal to angle BAQ or QAB. Both are equal. Now any side, നമ്മൾ ഈ ആംഗിൾസിന്റെ കാര്യം നമുക്ക് അറിയില്ല. ഇനി സൈഡ് ഏതെങ്കിലും ഉണ്ടോ? യെസ്, this AB is common for both, isn't it? So AB equal to AB common side for both. Now two angles and one side are equal. Now which rule here? ASA or AAS നമ്മൾ നോക്കാം. ഇവിടെ ആംഗിൾസ്, ഈ ടു ആംഗിൾസ് ആണ് ഇതുമായിട്ട് കോൺഗ്രുവൻ്റ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ് ആണോ ഈക്വൽ? അല്ല, വേറൊരു സൈഡാണ് ഈക്വൽ. സോ ഹിയർ AAS rule. According to angle side rule, these two triangles are congruent. ഇനി ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? BP ഈക്വൽ BQ. ഇനി നോക്കിയേ, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിന്റെ എല്ലാ പാർട്സും ഈക്വൽ അല്ലേ? സോ BP ഈക്വൽ ടു BQ അക്കോർഡിംഗ് ടു CPCT. Corresponding parts of a congruent triangles are equal. So BP equal to BQ. BP equal to BQ ആണെങ്കിൽ ഈ ബിയിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആണ് ഈ these two line segments. Next question number 6. In figure 7.21, AC equal AE
AB equal AD and angle BAD equal angle EAC. Show that BC equal to DE. Now this is the figure. Here given AC equal AE and AB equal AD and also given angle BAD equal angle EAC. Okay. So triangle ABC. Triangle ABC is this triangle A, B, B, C. This triangle is triangle ABC. Okay. And triangle ADE. A, D, E. This triangle. Okay. Triangle ABC and triangle ADE. Now all of you got. Okay. Now given AC, in question given AC equal to AE. AC is this one. AC equal to AE. That is these two sides are equal. Given. Also AB equal AD. AB is this side and AD is side of another triangle. Second triangle. So both are equal. That is also given. Okay. And one more thing. Angle BAD equal to, which is angle BAD, BAD, this angle. This angle is equal to, angle EAC. EAC. That means these two angles are equal. We need to prove that BC equal to DE. BC means this side. BC equal to DE. So these things are given. In triangle, red color triangle, that is triangle ABC. Triangle ABC triangle ABC full ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഈ ഒരു പോർഷനും അതുപോലെ ട്രയാങ്കിൾ ADE ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു പോർഷനും തമ്മിലാണ് ഈക്വൽ ആണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ A കംപ്ലീറ്റ് ആകാൻ ഇത്രയും പോർഷൻ ഉണ്ട്. അതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ കംപ്ലീറ്റ് ആകാൻ ഇവിടെ അതേ സെയിം പോർഷൻ ഉണ്ട്. ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. മിസ് ഇവിടെ റെഡ് ഇങ്കിൽ വരച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആകാൻ ഈ ഒരു പോർഷന്റെ ആംഗിളും കൂടെ വരണ്ടേ? അതുപോലെ മിസ് ഇവിടെ ഗ്രീൻ ഇതിൽ വരച്ചിരിക്കുന്നതാണ് സെക്കൻഡ് ട്രയാങ്കിൾ. അതിന്റെ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ആംഗിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ഒരു പോർഷൻ കൂടെ വരണം. ഇല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ രണ്ട് ട്രയാങ്കിളിനും ഈ ഒരു പോർഷൻ കോമൺ അല്ലേ? അപ്പോൾ രണ്ടിടത്തും ആഡ് ചെയ്താലും ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഈ ആംഗിളും ഈക്വൽ തന്നെയായിട്ടല്ലേ നിൽക്കുക. അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ബോത്ത് ആർ ഈക്വൽ ആണ്. ഇനി ഈ സൈഡിൽ ഒരു 1 ആഡ് ചെയ്തു, ഈ സൈഡിൽ ഒരു 1 ആഡ് ചെയ്താൽ 3 ഈക്വൽ 3 എന്ന് തന്നെയല്ലേ വരുന്നത്. അതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഈ റെഡ് ട്രയാങ്കിളിന്റെ ഈ പോർഷൻ നമ്മൾ ഇതിനോട് ആഡ് ചെയ്യുന്നു. ഗ്രീൻ ട്രയാങ്കിളിലും അതേ പോർഷനാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഓൾറെഡി ഇത് രണ്ടും ഈക്വൽ ആണ്. സെയിം പോർഷനാണ് ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രയാങ്കിൾസിന്റെ ഇക്വാലിറ്റിക്ക് അല്ലെങ്കിൽ ട്രയാങ്കിൾസിന്റെ അല്ല ആ ആംഗിൾസിന്റെ ഇക്വാലിറ്റിക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. Now adding angle DAC on both sides. രണ്ട് ആംഗിളിന്റെയും കൂടെ ഈ DAC ലെഫ്റ്റിലും റൈറ്റിലും ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ന്യൂ ആംഗിൾ എങ്ങനെയാണ്? BAC അല്ലേ? മുഴുവനായിട്ട് വന്നു. ഈ BAD എന്നുള്ളത് മാറി ഈ ഒരു പോർഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് BAC റെഡിന്റെ ഫുള്ളായി. ആംഗിൾ BAC equal to angle green എങ്ങനെ പറയും? ആംഗിൾ DAE. ഇത് ഫുൾ ആയി. ആംഗിൾ DAE. ബോത്ത് ആർ ഈക്വൽ. സോ ഇനി നോക്കിക്കേ, ഈ 2 സൈഡ്സ്, ഈ ട്രയാങ്കിൾസിന്റെ 2 പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണ്. അതിന്റെ ഇൻക്ലൂഡിങ് ആംഗിൾസും ഈക്വൽ ആണ്. സോ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADE ആർ which triangle? Congruent triangles. So BC equal to DE according to CP/CT. BC is this side and DE is third side. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. തേർഡ് സൈഡുകളും ഈക്വൽ ആണെന്ന് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് തെളിയിച്ചു. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ ആ ട്രയാങ്കിൾ ഫുൾ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ADEയും എടുക്കുന്നു. അതിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി. പക്ഷെ ഈ ഒരു ആംഗിൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ
ആ ഒരു ആംഗിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മൾ എന്താ കൂടെ അവിടെ വരണം, ഈ ഒരു പോർഷൻ രണ്ടിൻ്റെയും കൂടെ മിസ്സിങ് ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്ത് കൊടുത്തു. സെയിം വാല്യൂ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്താൽ ഈ ആംഗിളിൻ്റെ ഇക്വാലിറ്റിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. സോ ന്യൂ ആംഗിൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള ആംഗിൾ വന്നു. അപ്പോൾ നമുക്ക് ടു സൈഡ്സും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് SAS റൂൾ അനുസരിച്ച് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്. സോ BC ഈക്വൽ ടു DE. Now question number 7. AB is a line segment and P is its midpoint. AB is a line segment and P is its midpoint. Okay. D and E are points on the same side of AB. D and E are points on the same side of AB. എന്ന് വെച്ചാൽ എന്താ, ABയുടെ സെയിം സൈഡിൽ ഡിയും ഇയും വരുന്നു. സെയിം സൈഡ് എന്ന് വെച്ചാൽ ഡിയും ഇയും ഒരു സ്ഥലത്ത് വന്നു എന്ന് മാത്രം. ഈ ലെഫ്റ്റ് ബോട്ടത്തിലാണ് ടോപ്പിലാണ് വന്നിരിക്കുന്നത്, വേറെ മാറിയല്ല വന്നതെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. such that angle BAD equal angle ABE. angle BAD ഈ ആംഗിളും ആംഗിൾ ABE these two angles are equal, and angle EPA this angle and angle DPB these two angles are also equal. So given here AB line segment, its midpoint P, D and E are on the same side of AB, and these two angles are equal. Also these two angles are equal. Now show that triangle DAP congruent to triangle EBP, and second AD equal to BE. So we need to show that triangle DAP congruent to triangle EPB. First we are going to check which is DAP. This triangle. Okay, this triangle, and EBP. These two triangles. Okay. Now already given angle BAD equal angle BAD. This angle and this angle are already equal. That is given. And also these two angles are equal. That is also given. So here two angles are equal. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടി ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും, ഇല്ലേ? ഇന്ന് നോക്കിയാൽ given P is the midpoint of this line segment AB. That means AP equal to BP, isn't it? So AP is the side of this triangle and BP is the side of this triangle. So both are equal. Given P is the midpoint of this AB. So midpoint എന്ന് പറഞ്ഞാൽ എന്താ, ടു സൈഡ്സും ഈക്വൽ ആയിട്ട്, അതായത് നടുവിൽ നിന്ന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ AB equal PB. So these two sides of these triangles are also equal. So according to ASA rule, അതായത് ടു ആംഗിൾസും അതിൻ്റെ ഇൻക്ലൂഡിങ് സൈഡ്സും, here two angles and its including sides are equal. So according to ASA rule, these two triangles are congruent. ഇനി എന്താ നമുക്ക് ഒരു കാര്യം കൂടെ പ്രൂഫ് ചെയ്യാനായിട്ട് പറഞ്ഞത്, AD equal BE. AD equal BE. That means that is the third side of this triangle, അല്ലേ? ഒരു തേർഡ് അല്ല, ഫസ്റ്റ് വൺ സൈഡ് ആണ് ഈക്വൽ എന്ന് പറഞ്ഞത്, സെക്കൻഡും തേർഡും സൈഡ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഈ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. ഓക്കെ, സോ ദിസ് BE equal to AD. Next question, question number 8. In right triangle ABC, right angled at C, M is the midpoint of hypotenuse AB. So right triangle is this triangle ABC, and at C right angle, that is this angle is 90 degree. M is the midpoint of the hypotenuse AB. This is the hypotenuse and M is the midpoint. That means AM equal to BM. These two these two parts are equal. C is joined to M and produced to a point D such that DM equal to CM. Now C is produced to M. Produced to M എന്ന് പറഞ്ഞാൽ എന്താ, C എമ്മിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും എന്താ തന്നിരിക്കുന്നത്, joined to M and produced to a point D. C എമ്മിലേക്ക് ജോയിൻ ചെയ്തു, ആ പോർഷൻ D എന്ന് പറഞ്ഞ മറ്റൊരു പോയിന്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തു, എന്ന് വെച്ചാൽ നീട്ടി ഈ പോയിന്റിലേക്ക് ടച്ച് ചെയ്തു.
സച്ച് ദാറ്റ് DM ഈക്വൽ ടു CM, അതായത് CM ഉം DM ഉം ഈക്വൽ ആയ പോലെയാണ് വരച്ചിരിക്കുന്നത്. പോയിന്റ് D ഈസ് ജോയിൻഡ് ടു പോയിന്റ് B. ഇനി ഈ പോയിന്റ് എന്ത് ചെയ്തു? Bയിലേക്ക് ജോയിൻ ചെയ്തു. ഷോ ദാറ്റ് ട്രയാങ്കിൾ AMC congruent to triangle BMD. Triangle AMC. This triangle and BMD. These two triangles congruent ആണെന്ന് പ്രൂഫ് ചെയ്യണം. ആംഗിൾ DBC. ഇതൊരു റൈറ്റ് ആംഗിൾ, അതായത് ഈ B ഒരു റൈറ്റ് ആംഗിൾ ആണെന്ന് പ്രൂഫ് ചെയ്യണം. ട്രയാങ്കിൾ DBC ഏതാണ്? DBC. ഈ ട്രയാങ്കിളും ട്രയാങ്കിൾ ACB ഈ റൈറ്റ് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. CM ഈക്വൽ ടു ഹാഫ് AB. CM എന്ന് പറയുന്നത് ഈ ABയുടെ ഹാഫാണ്, അതായത് CM ഉം AM ഉം MB യും DM ഉം എല്ലാം ഈക്വൽ ആണെന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ പ്രൂഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞത് അനുസരിച്ച് ഉണ്ട്, റൈറ്റ് ആംഗിൾ ABC ഉണ്ട്, സിയിലാണ് റൈറ്റ് ആംഗിൾ. എന്നിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തു, ഇത് വീണ്ടും പുറത്തേക്ക് Bയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തു, Bയും Bയും ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് ഈ ഫിഗറിന്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഈസ് പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ AMC congruent to triangle BMD. That means these two triangles congruent or not. So first, given M is the midpoint of this line AB, this hypotenuse AB. Midpoint means this BM and AM are equal, isn't it? BM equal to AM given M is the midpoint. M is the midpoint. Midpoint means ഏറ്റവും നടുക്ക് വരുന്ന പോയിന്റ് ആണ്, ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓൾസോ ഗിവൺ DM equal to CM. That is given in question. DM equal to CM. That is given in question. Okay. Now, so we get these two are equal. These two are equal. Now again listen carefully. Here these two angles are vertically opposite angles. Vertically opposite angles are equal. So angle DMC equal to angle ACM. Angle DMB, not a C, DMB. Okay, angle DMB. അല്ലാതെ നിങ്ങൾക്ക് പറയാം കേട്ടോ, BMD തിരിച്ചും പറയാം. അതുപോലെ AMC or CMA, ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി നോക്കിക്കേ, ടു സൈഡ്സ് ആൻഡ് ഇറ്റ്സ് ഇൻക്ലൂഡഡ് ആംഗിൾ equal to two sides and its included angle of this triangle. So these two triangles are congruent. So these two are congruent. Which rule here? SAS rule. Side, angle, side. Two sides and its included angle equal to other triangles. So these triangles are congruent. Second, we need to prove that angle DBC is a right angle. DBC. This angle is a right angle nu prove cheyana. So before that we already find these two triangles are congruent. So here given triangle AMC and triangle BMD, these two are congruent. So angle ACM equal to angle BDM. ACM ഏതാണ്? ACM. This angle and BDM. These two are equal because these are congruent ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ പാർട്സ് ആണ്. സോ ദേ ആർ ഈക്വൽ. ഇനി ശ്രദ്ധിച്ചൊന്ന് നോക്കി, ഈ BD എന്ന് പറയുന്നതും AC എന്ന് പറയുന്ന ലൈൻ്റെ ട്രാൻസ്വേഴ്സിലാണ് ഈ ലൈൻ സെഗ്മെൻറ്റ്. ഈ ടു ലൈൻ സെഗ്മെൻറ്റിൻ്റെ ട്രാൻസ്വേഴ്സിലാണ് ഈ ലൈൻ സെഗ്മെൻറ്റ്. That means these two are alternate angles and these alternate angles equal ആണ്. ഇത് ഈക്വൽ ആണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് alternate angles equal ആണെങ്കിൽ ഈ ലൈൻസ് പാരലൽ ആയിരിക്കും. അത് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. തിയറം 6, ചാപ്റ്റർ 6 തിയറം 3. ഇനി ഈ ഒരെണ്ണം മാത്രമല്ല, ഈ BC എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സലാണ് അല്ലേ? ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ ദീസ് ആർ പാരലൽ. പാരലൽ ആകുമ്പോൾ ഈ BC എന്തായിരിക്കും? ട്രാൻസ്വേഴ്സലാണ്.
ഇനി ബി സി ട്രാൻസ്വേഴ്സിലാണെങ്കിൽ നോക്കിയേ ഈ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം ഈ ട്രാൻസ്വേഴ്സിൻ്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് ആണിത്. ഇത് 90 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സൈഡിലെ ഇൻറ്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രിന്ന് നമ്മൾ അവിടെയാണ് തിയറം 3. അതാണ് തിയറം 3 കേട്ടോ. 180 ഡിഗ്രിന്ന് തിയറം 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ട്രാൻസ്വേഴ്സിലാണ് ഈ പാരലൽ ലൈൻ സെഗ്മെന്റ്സിന്റെ. ഇപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഇത് പാരലൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഈക്വൽ ആകാൻ കാരണം എന്താണ്? ദീസ് ടു ട്രയാംഗിൾസ് കോൺഗ്രുവൻ്റ് ആണ്. ഇനി ഇത് പാരലൽ ആണെങ്കിൽ ഈ ഒരു ലൈൻ സെഗ്മെന്റ് ഈ ബി സി എന്ന് പറയുന്നതും ഇതിന്റെ ട്രാൻസ്വേഴ്സിലാണ്. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്നതാണ് ഈ രണ്ട് ആംഗിൾസ്. സെയിം സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് സപ്ലിമെന്ററി ആണ്. നമ്മളത് ഓൾറെഡി 6th ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ട്. സോ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ബാലൻസ് വരുന്ന ഇതും എന്തായിരിക്കും? ഇതും 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ പ്രൂഫ്. Sum of the interior angles on the same side of a transversal are supplementary. So angle DBC a right angle. Now third question is triangle DBC congruent to triangle ACB എന്ന് പ്രൂവ് ചെയ്യണം. So triangle DBC that means this triangle DBC, this triangle and triangle ACB ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. റൈറ്റ് ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. സോ ആംഗിൾ ഡി ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അത് ഒരു ആംഗിൾസ് ഈക്വലായി. നോക്കിയേ, ഇത് സെയിം സൈഡ് ഉണ്ടോ? റെഡ് ലൈൻ ഇവിടെ വന്നു, ഗ്രീൻ കളർ ലൈൻ ഇവിടെ വന്ന് രണ്ട് പ്രാവശ്യം അല്ലേ? രണ്ടും സെയിം കോമൺ സൈഡാണ് ടു ട്രയാങ്കിൾസിനും. സോ ബി സി ഈക്വൽ ടു ബി സി കോമൺ സൈഡ് കോമൺ ആണെന്ന് പറഞ്ഞു. ഇനി എ സി ഈക്വൽ ടു ബി ഡി. ഇത് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് പാരലലാണ്, പാരലലായിട്ട് വരുന്നതാണ്. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൂവ് ചെയ്തു ദീസ് ടു ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ്. അപ്പോൾ ഈ ബി ഡിയും എ സിയും ഈ ടു ട്രയാങ്കിൾസിൻ്റെ പാർട്സ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരും അല്ലേ? കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിട്ട് വരും. സോ ഹിയർ ബി ഡി ഈക്വൽ ടു എ സി. ബി ഡി equal to AC we already in proved in first question. So here one angle and two sides are equal. So these two triangles are also congruent triangles. So which rule here we used? SAS. These two sides and its including angle are equal. So SAS rule. Okay. Next we need to prove that fourth sub question CM equal to half AB. CM equal to half AB എന്ന് പ്രൂഫ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് വി ഓൾറെഡി ഫൈൻഡ് ദാറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ്. ഈ ഡി ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഈ റെഡ് കളറിൽ ഡ്രോ ചെയ്തിരിക്കുന്ന ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഡി സി ഈക്വൽ ടു എ ബി, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ഡി സി ഈക്വൽ ടു എ ബി. ഓക്കെ, now DM equal to CM, that is given in question. DM equal to CM, that is also given, and these two sides are equal. Now DC equal to 2CM. നമ്മൾ DC എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫുള്ള്, ഈ ഫുൾ ആയിട്ടുള്ളതിനെ അത് DM ഈക്വൽ ടു CM ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഡി സിനെ നമുക്ക് 2CM എന്ന് എഴുതാം. എന്തിനാ 2CM എന്ന് എഴുതിയത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് CM ഈക്വൽ ടു ഹാഫ് AB എന്നാണ്. ഈ DM എന്നുള്ള പോർഷൻ നമുക്ക് അവിടെ ആവശ്യമേ ഇല്ല. സോ DM ഈക്വൽ ടു CM. സോ DC ഈക്വൽ ടു 2CM. എന്തിനാ? DM ഉം CM ഉം തുല്യമാണ്. അപ്പോൾ രണ്ട് പ്രാവശ്യം CM വെക്കുന്നത് തന്നെയല്ലേ ഈ ഫുൾ എന്ന് പറയുന്നത്. സോ DC ഈക്വൽ ടു 2CM. ഇനി 2CM ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് DC ഈക്വൽ ടു AB എന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നു DC ഈക്വൽ ടു AB ആണെന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്നു DC ഈക്വൽ ടു 2M ആണ്.
എന്നാൽ ഈ റൈറ്റ് സൈഡ്സ് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ 2cm ഈക്വൽ ടു എ ബി. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ വരും? cm ഈക്വൽ ടു AB/2. AB/2 എന്ന് പറഞ്ഞാൽ ഹാഫ് എ ബി. സോ cm എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫാണ്. സോ ദിസ് എക്സസൈസ് കംപ്ലീറ്റഡ്. ഇതെല്ലാം കുറേ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കണം, അല്ലാതെ നിങ്ങൾ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് കിട്ടുകയില്ല കേട്ടോ. സോ സ്റ്റഡി വെൽ. താങ്ക് യു.